ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രോഹിത്തിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ സുസ്മിതയും ഉപേന്ദ്രനും അവിടെ ഇങ്ങനെ ഇരിക്കണേ. സുസ്മിത പറയും, കൊച്ചമ്മയെ കാണുന്നില്ലല്ലോ. ഉപേന്ദ്രൻ പറയും, മുതല് വീണ്ടും വീണ്ടും നഷ്ടപ്പെടുന്ന കാഴ്ച കാണുന്നത് അത്രയ്ക്ക് സുഖമുള്ള ഏർപ്പാടല്ലല്ലോ, അതും എന്നെ പോലൊരുത്തന്റെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ വരിക പറയുമ്പോ കളക്ടറേറ്റിന്റെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്നേ രാമനാമം ജപിക്കായിരിക്കും പാവം. സുസ്മിത പറയും, അവൾക്ക് ഇനി ഏകയുള്ള ആശ്രയം അത് തന്നെയാണ്, എവിടെയെങ്കിലും നാമം ജപിച്ച് കുത്തിയിരിക്കുക. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരെ ഈശ്വരനാമം ജപിച്ച് അമ്പലത്തറയിലും ആൾത്തറയിലൊക്കെ ഇരിക്കാറില്ലേ? എന്റെ ഈ കളിയുടെ അവസാനം ഞാൻ അവളെ അവിടെ എത്തിക്കും. ആ കാഴ്ച കൂടി കണ്ടിട്ടേ സുസ്മിത അടങ്ങൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അവിടെ. ഇതേ സമയം വിഷ്ണുവും കമലനും കൂടെ രോഹിത് പറഞ്ഞു കൊടുത്തത് പ്രകാരം മണിമല എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കാണുമ്പോൾ ആരും തന്നെ ഇല്ല. കുട്ടികളാണെങ്കിൽ വിഷമത്തോടെ വിഷ്ണുവിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ വിഷ്ണുവും കമലനും കൂടെ അങ്ങോട്ട് വരുമ്പോൾ അതിലെ ആ മീശക്കാരൻ ഗുണ്ട ഇറങ്ങി വരണേ. കമലൻ സാറേ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നെ സാറേന്നോ എന്നൊക്കെ വിചാരിച്ച് അയാൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ. വിഷ്ണു പറയും, ഇവിടെ പ്രാവും കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ, താഴത്തെ കടയിൽ ചേട്ടനാ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് പ്രാവുകളെ വേണമായിരുന്നു, 2 പ്രാവും കുഞ്ഞുങ്ങളെ. ഇവിടെ പ്രാവൊന്നുമില്ല, നിങ്ങൾ പോവാൻ നോക്ക്, ഞങ്ങൾ കണ്ടതാ, അവരകത്തുണ്ടെന്ന് പറയാം, അവരെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഓഹോ, അപ്പൊ മൊടയായിട്ട് വന്നതാണല്ലേ. അപ്പോഴേക്കും വേറെയുള്ള ബാക്കി എല്ലാ ഗുണ്ടന്മാരും കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പൊ വിഷ്ണു പറയും, ഞങ്ങളുടെ മുതലാളിക്ക് നല്ല ഇനം പ്രാവുകളെ ഒന്നിച്ച് വാങ്ങിച്ച് കൂട്ടിലിട്ട് വളർത്താന്നുള്ളത് ഞങ്ങളുടെ മുതലാളിയുടെ ഒരു ഹോബിയാണ്. പുള്ളിക്കാരന്റെ ഓട്ടോ ഓടിക്കുമ്പോ അങ്ങേര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അകത്ത് പ്രാവും കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, മാന്യമായിട്ട് തന്നാൽ മാന്യമായിട്ട് എന്തെങ്കിലും പ്രതിഫലം തന്ന് ഞങ്ങൾ അങ്ങ് തരികയും ചെയ്യാം. ഓഹോ, അപ്പൊ പ്രതിഫലമായിട്ട് വന്നതാണല്ലേ. വേറെയുള്ള ഗുണ്ടന്മാരൊക്കെ ചുറ്റിലുണ്ട്. എടാ, ആളെ മനസ്സിലായില്ലേ, പ്രതിഫലമായിട്ട് വന്നതാണെന്ന്. മേടിച്ച് അകത്ത് വെക്കണോ അതോ തിരിച്ചു കൊടുത്തയക്കണോ? അപ്പൊ ഒരാൾ പറയും, നമ്മൾ വാങ്ങിച്ച് അകത്ത് വെക്കുന്ന പരിപാടി ഇല്ലല്ലോ, എങ്കിൽ പിന്നെ കയ്യോടങ്ങ് കൊടുത്തേക്ക്. വിഷ്ണു പറയും, അതെ, സാർമാര് തരാൻ ഉദ്ദേശിക്കുന്നത് പ്രാവും കുഞ്ഞുങ്ങളാണെങ്കിൽ എനിക്ക് മാത്രമല്ല എന്റെ പിന്നിലെ കുറച്ചധികം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ബാക്കിയുള്ള ഓട്ടോ ചേട്ടന്മാരെല്ലാം ഓട്ടോയായിട്ട് അവിടെ നിരന്നു വന്ന് നിൽക്കണേ. അവർക്കൊക്കെ ഈ 2 വീതം കൊടുക്കാൻ വേണം, മനസ്സിലായോ? എടാ കമല, അവരെ വിളിക്കേ. അപ്പൊ കമലം പറയും, വിളിക്കേണ്ട ആശാനെ, അവരിതാ എത്തി. എവിടെ? അത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് നിൽക്കുമ്പോ ഗുണ്ടകളൊക്കെ അവരെയും നോക്കുന്നുണ്ട്. ദാ കേറി വാ മക്കളെ എന്നിങ്ങനെ കമലം പറയും. അങ്ങനെ എല്ലാവരും വിഷ്ണുവിന്റെ തൊട്ടടുത്തന്നെ വന്ന് നിൽക്കും. വിഷ്ണു പറയും, ഇനിയിപ്പോ വൈകിക്കണ്ട, ആവശ്യത്തിൽ കൂടുതൽ അങ്ങ് കൊടുത്തേക്കണം. അതുപോലെ പിന്നെ അടിയെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നതേ വെടിക്കെട്ടടിയാ, അത് താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി എന്നൊക്കെ ഇങ്ങനെ കമലന്റെ ഷോൾഡറിൽ കൈയൊക്കെ വെച്ചിട്ടാ വിഷ്ണു നല്ല സ്റ്റൈലായിട്ട് പറയുന്നത്. പിന്നെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തി സന്ധി സംഭാഷണമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെന്നാ തുടങ്ങിയാലോ കമല? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് 2 ആൾക്കാരുടെയും ഷോൾഡറിൽ കൈവച്ച് ചാടി വിഷ്ണു അവരുടെ നെഞ്ചത്തൊരു ചവിട്ട് വെച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ അടിപിടി പൂരാണേ, ഒച്ചയും ബഹളമൊക്കെ. ഇതൊക്കെ കുട്ടികൾ കേൾക്കുന്നുണ്ട്. സത്യം പറയും, പപ്പി ഇടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പപ്പി പറയും, ശരിയാ, വിഷ്ണു അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് സന്തോഷം വന്നു തുടങ്ങി. അങ്ങനെ വിഷ്ണുവും കമലനും ഓട്ടച്ചേട്ടന്മാരെല്ലാരും കൂടെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു ഒരെണ്ണം പോലും കിട്ടാതെ എല്ലാവർക്ക് തൃശ്ശൂർ പൂരം പോലെ തന്നെ ഇടിപ്പൂരായിട്ട് കൊടുക്കുകയാണ്. ഇതേസമയം അവിടെ രജിസ്റ്റർ ഓഫീസിലെ സുസ്മിതയും ഉഭയചന്ദ്രനും ഒരുപാട് ടൈമായിരിക്കുന്നു. ഉപേന്ദ്രൻ പറയും, വിളിക്കുന്നില്ലല്ലോ. അപ്പോഴേക്കും ശാലിനിയുടെ കാറിലെ ശാലിനി അങ്ങോട്ട് വന്ന് ഇറങ്ങണേ. ഇത് കാണുന്ന സുസ്മിത പറയും, കെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ ഡോർ തുറന്ന് രാഘവേട്ടനെ ഇറക്കുന്നവനെ. ഇത് കാണുമ്പോ സുസ്മിതയും ഉപേന്ദ്രനും പരസ്പരം ഇങ്ങനെ നോക്കണേ. ഇയാൾ എന്തിനാ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്? ഇവിടെ വല്ല അന്നദാനം ഉണ്ടോ? വാച്ച എന്ന് പറഞ്ഞ് ശാലിനി രാഘവേട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഇരുത്താണ്. ഇവരവിടെ വന്നിരിക്കുമ്പോ ശാലിനി അവരെ നോക്കുന്നുണ്ട്. അതുപോലെ ഉപേന്ദ്രൻ നോക്കിയിട്ട് രാഘവേട്ടന്റെ അടുത്ത് വരും. അല്ല ചേട്ടൻ എന്താ ചേട്ടാ ഇവിടെ? രാഘവേട്ടൻ പറയും, ഞാനേ ഒരു ശവടക്കിന് വന്നതാ. എന്റെ ഒരു അനിയനുണ്ടായിരുന്നേ, ഇന്നലെ കാള കയറി കുത്തി. നല്ല വർക്കത്തുള്ള സ്വഭാവമായതുകൊണ്ട് ഒറ്റ കുത്തിന് തന്നെ ആള് ചത്തു. നാടിനും വീടിനും വീട്ടുകാർക്കൊക്കെ ശല്യായല്ലേ, അങ്ങനെ പടുമരണം വന്ന് തീരണം. ഇത് കേൾക്കുമ്പോ ശാലിനിക്ക് ചിരി വരുന്നുണ്ട്. സുസ്മിതയെ ഉപേന്ദ്രൻ ഇങ്ങനെ നോക്കും. ചോദിച്ചു വാങ്ങിച്ചതുപോലെ അങ്ങേര് നിൽക്കണേ. അങ്ങനെ രാഘവേട്ടൻ പറയും, ഇല്ലെങ്കിലേ മിണ്ടാപ്രാണികളെ കൊന്നാളും. എന്താ ഇനി എന്തേലും അറിയണോ? അങ്ങേർക്ക് തൃപ്തിയായിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞ അവിടെ പോയിരിക്കും. ശാലിനി ഇങ്ങനെ നോക്കി ചിരിക്കുക. അങ്ങനെ ഇവിടെയാണെങ്കില് ഗുണ്ടകള് അടിച്ച് പഞ്ഞിക്കിടണേ, വിഷ്ണുവും കമലനും ഫ്രണ്ട്സും കൂടെ. ഇതേസമയം രജിസ്റ്റർ ഓഫീസിലെ രോഹിത് രജിസ്ട്രാറുടെ മുന്നിലാണ്. ഉപേന്ദ്രൻ പറയും, ഇനിയിപ്പോ അടുത്തത് എന്നെയായിരിക്കും വിളിക്കുക അല്ലേ? സുസ്മിത പറയും, അതെ അതെ. അങ്ങനെ നിൽക്കുമ്പോ ആ പ്യൂൺ ഇറങ്ങി വരും. എഴുതി വാങ്ങിക്കുന്ന ആളല്ലേ? അത് ഞാനാ, ഉപേന്ദ്രൻ. എഴുതി വാങ്ങിക്കുന്ന ആളെ തന്നെയാ വിളിക്കുന്നത്, പക്ഷേ അകത്തേക്ക് വിളിക്കുന്നതേ രാഘവൻ നായരെയാണ്. ഇത് കേൾക്കുന്ന സുസ്മിതയും ഉപേന്ദ്രനും അങ്ങ് ഞെട്ടിപ്പോവും. അങ്ങനെ ശാലിനി എഴുന്നേറ്റിട്ട് പറയും, അച്ഛാ വാ
എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ് അവിടുന്ന്. പ്യൂണ് പറയും വന്നാട്ടെ എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. രാഘവേട്ടനകത്ത് പോവും. ശാലിനി പോകുമ്പോ സുസ്മിത പിടിച്ചു നിർത്തണേ. നീ ഇവിടെയും നിന്റെ കളക്ടർ ബുദ്ധി പ്രയോഗിക്കാൻ നോക്കാണോ? ആ വീടും പറയുമ്പോഴേ ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയ ആ മനുഷ്യന്റെ വിയർപ്പ അന്യന്റെ വിയർപ്പിലുണ്ടാക്കി. അപ്പം അങ്ങനെ ചുളിവില് തിന്നാൻ നോക്കിയാലേ ഞാൻ അതിന് സമ്മതിക്കുമെന്ന് നീ കരുതിയോ? അച്ഛനുണ്ടാക്കിയ മുതലേ അച്ഛന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ, അതല്ലേ അതിന്റെ ശരി. ഇത് കേൾക്കുമ്പോ സുസ്മിതയ്ക്ക് ഉപേന്ദ്രനും ദേഷ്യം വരുന്നുണ്ട്. അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിക്കണേ. ഇതേ സമയം വിഷ്ണുവും കമലനും കൂടെ ഗുണ്ടകളെല്ലാം പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. ശാലിനി ഇവിടെ പറയും തട്ടിച്ചും വെട്ടി തട്ടിയെടുത്തതല്ലേ, അതിനുള്ളൊരു തട്ടാവട്ടെ ഈ രജിസ്ട്രേഷൻ. സുസ്മിതയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് നിർത്താൻ വേണ്ടിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയും നീ ഇതിനെ അനുഭവിക്കും, കുട്ടികൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യില്ല. ഇത് കേൾക്കുമ്പോ ശാലിനി ചിരിക്കണേ. ഉപേന്ദ്രൻ പറയും വിളിച്ചു പറ സുസ്മിതേ, അതുങ്ങൾ അങ്ങ് കൊന്നുകളെ. ശാലിനി പറയും നിങ്ങളിപ്പൊ പറഞ്ഞ വലിച്ചൂരി പട്ടികൾക്ക് ഇട്ടുകൊടുത്ത തെരുവ് പട്ടികൾ പോലും തിരിഞ്ഞു നോക്കില്ല, അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനാ നിങ്ങൾ. പിന്നെ കുട്ടികളുടെ കാര്യം, കുട്ടികൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ സുസ്മിത അങ്ങ് ഞെട്ടും. ഉപേന്ദ്രനും ശാലിനി പറയും ഇനിയിപ്പോ ലൈവായിട്ട് കാണണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ എടുത്ത് കമലനെ വിളിക്കണേ. വിഷ്ണുവും കമലനൊക്കെ ഇങ്ങനെ തല്ലുന്ന തിരക്കിലാണെങ്കിലും ഫോൺ റിങ് ചെയ്യുമ്പോ കമലൻ പറയും ആശാനെ ഏട്ടത്തിയമ്മയാ, എടുത്ത എന്താന്ന് ചോദിക്കടാ എന്നൊക്കെ തല്ലിക്കൊണ്ടാ പറയുന്നത്. അങ്ങനെ കമലൻ ഫോൺ എടുത്തിട്ട് അവനെ ഇടിച്ച് പരത്തിയിട്ട് ഇങ്ങോട്ട് മാറി നിന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യാണ്. ആ ഏട്ടത്തിയമ്മ പറഞ്ഞോ. ശാലിനി പറയും ആ കമല അതൊന്നേ ലൈവായിട്ട് കാണിക്കണം, ഇവിടുത്തെ സാറുമാരൊന്ന് കാണട്ടെ. ആ ശരി എടുത്തേമേ എന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തിട്ട് വീഡിയോ കോൾ ശാലിനിയെ ചെയ്യണേ. കാണേ എന്ന് പറഞ്ഞ് ഫോൺ ഓണാക്കി സുസ്മിതയ്ക്കും ഉപേന്ദ്രനും കാണിച്ചു കൊടുക്കണേ. ആ ഇടിക്കുന്നത് കാണുമ്പോ തന്നെ ഇവര് ഞെട്ടിപ്പോകും. കമലൻ പറയും ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാരും എന്റെ ആശാനും കൂടെ ചേർന്ന് മണിമല എസ്റ്റേറ്റിൽ ഇടിച്ചു കയറി കുട്ടികളെ രക്ഷിക്കുന്ന അതിസാഹസികമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കാണുന്നത് എന്നൊക്കെ വീഡിയോ ലൈവ് പറയുന്ന പോലെയാ കമലൻ പറയുന്നത്. ഓട്ടോ ഓടിക്കാൻ മാത്രമല്ലെന്നേ തെളിയിക്കുകയാണ് ഇവിടെ നമ്മുടെ ചോണക്കുട്ടികളായ ഓട്ടോക്കാർ. ഒത്തൊരുമയാണ് ഞങ്ങളുടെ ശക്തിയെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ ഒന്നിച്ചു നിൽക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കാക്കിപ്പട. അതിലാണെങ്കിൽ വിഷ്ണു അവന്മാരൊക്കെ ഇടിച്ച് പരത്തി മുഖമൊക്കെ അവിടെ തറയിൽ വെച്ച് കുത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സുസ്മിതയ്ക്ക് വേദനയാവുക. സുസ്മിത വാ തുറന്നാ നിൽക്കണം. അങ്ങനെ ഒരുവിധ അടിയൊക്കെ കഴിയുമ്പോൾ വിഷ്ണു പറയും കമല ഇവരുടെ കാര്യം നിങ്ങൾ നോക്ക്, ഞാൻ കുട്ടികളെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് വിഷ്ണു. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്ത് കമലനും അടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വിഷ്ണു അകത്ത് കയറുമ്പോൾ കുട്ടികളുണ്ടാവും ആ റൂമില് അടച്ചിട്ടിരിക്കുന്നേ. കുട്ടികളെ കാണുമ്പോൾ വിഷ്ണു അടുത്തേക്ക് ഓടിച്ചെല്ലും. വിഷ്ണു അച്ഛാ അച്ഛാ എന്നൊക്കെ വിളിച്ച് കുട്ടികൾ ഇങ്ങനെ കരയുമ്പോ മക്കളെ പേടിക്കണം, അച്ഛൻ വന്നില്ലേ. സത്യം പറയും അച്ഛാ ഞങ്ങളിവിടെ പൂട്ടിയിട്ടിരിക്കുക. വിഷ്ണുക്കും അല്ല ഇതിപ്പോ എങ്ങനെയാ ഇതിനകത്തേക്ക് കയറാ, ഏതിലാ കയറാ. സത്യം ഇതാ അച്ഛാ ആ വഴി ഇതാ വരുന്നു മക്കളെ. അങ്ങനെ വിഷ്ണു ഓടി വന്നേ ഒരൊറ്റ ചവിട്ടിനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡോറ് തുറക്കും. കുട്ടികൾക്ക് നല്ല സന്തോഷമാവും. അച്ഛാ വിഷ്ണു അച്ഛാ എന്നൊക്കെ വിളിച്ച് കുട്ടികൾ ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുക. മക്കളെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ചേർത്ത് പിടിക്കണേ. അച്ഛൻ വന്നില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത്, എന്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സങ്കടവും എന്ന സന്തോഷമൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. രണ്ടുപേരും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം അവിടെ. ഇതേ സമയം രജിസ്റ്റർ ഓഫീസിലെ ശാലിനി ചോദിക്കും അപ്പോഴേ പോവല്ലേ, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിലേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ചായയും വടയും ഉണ്ട്, അത് കഴിച്ചിട്ട് പോകാം. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നതല്ലേ, എന്തായാലും ആ പെട്രോളിന്റെ നഷ്ടം അങ്ങ് നികത്താം. സുസ്മിതയുടെ മുഖം കാണുമ്പോ ശാലിനി പറയും നിന്റെ ഈ മുഖം ഉണ്ടല്ലോ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള നിന്റെ ഈ മുഖം അതിനെ കരയും, പൊട്ടി പൊട്ടി കരയും. ഇനിയും എന്നോട് പകയുടെ പേര് പറഞ്ഞ് നേർക്ക് നേരം കാണാൻ വന്നാൽ എന്ന് പറഞ്ഞ് ശാലിനി സുസ്മിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടും. ഇപ്പോ ഞാൻ നിന്നെ വെറുതെ വിടാ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് രോഹിത്തിനെ ഉപദ്രവിച്ചതും അടക്കം ഞാൻ തരുന്ന ഭിക്ഷ, എന്റെ ദാനം, എന്റെ ദയ, അതിന്റെ പങ്കും പറ്റി ഇവിടുന്ന് പോവാൻ നോക്കടി. ദാ ഈ പാഴ് ജന്മത്തിനെയും വിളിച്ചോണ്ട് ഉപേന്ദ്രനെ കിളി പോയി നിൽക്കണേ. സുസ്മിത പറയും ഇതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും തീർന്നിട്ടില്ലടി, ഇപ്പൊ നീ ജയിച്ചു, അതിന്റെ വിജയം നീ ആഘോഷിച്ചോ. പക്ഷേ നീ നോവിച്ച് അപമാനിച്ചു വിടുന്നത് സുസ്മിതയാണെന്ന് ഓർത്തോ. ആ പകയുടെ അവസാനം ഉണ്ടല്ലോ നിന്റെ പട്ടടയാ, ജീവനോടെ നിന്നെ ചുട്ടിരിക്കുന്ന പട്ടട, അതിലൊരു തിരി വെക്കുന്നത് വരെ ഞാൻ അടങ്ങില്ല. സുസ്മിതയെ പറയുന്നത് മാത്രം ചെയ്യുന്ന സുസ്മിത. ശാലിനി ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചിട്ട് പറയും നമുക്ക് കാണാം. കാണാം എന്ന് പറഞ്ഞ് സുസ്മിതയും നാണം കെട്ട് ഉപേന്ദ്രനും അവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രജിസ്ട്രാറുടെ അടുത്താണ്. എല്ലാം വായിച്ചു ബോധ്യപ്പെടുത്തിയല്ലോ, എങ്കിൽ രാഘവൻ നായരുടെ വോട്ടർ ഐഡിയും ആധാർ കാർഡും വാങ്ങിക്കൂ. ആധാർ അച്ഛന്റെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്റെ പോക്കറ്റിലുണ്ടോ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ അത് എടുക്കുന്നത്. അപ്പൊ പ്യൂണ് പറയും എന്റെ സാറേ കൊച്ചുകുട്ടിക്ക് കണ്ടാൽ പോലും അറിയാം ഈ ഇരിക്കുന്നത് രാഘവൻ നായരാണെന്ന്. രജിസ്ട്രാർ പറയും ചൂടുവെള്ളത്തിൽ ഒരു പ്രാവശ്യം വീണ പൂച്ചയാണ് ഞാൻ, പച്ചവെള്ളം കണ്ടാലും പേടിക്കും, ഈ ജോലി പോയാലേ എന്റെ മാത്രമേ പോവുള്ളൂ, ഇങ്ങ് തന്നേര് എന്ന് പറഞ്ഞിട്ട് രോഹിത് അത് വാങ്ങിച്ചു കൊടുക്കണേ. അങ്ങനെ രജിസ്ട്രാർ അത് വാങ്ങിച്ചിട്ട് ചോദിക്കും രാഘവൻ നായർ എന്നല്ലേ പേര്. രാഘവേട്ടൻ
എന്ത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണേ. എന്തൊക്കെയോ വശപശകുള്ളതായിട്ട്, അതായത് ബുദ്ധിക്കുറവുള്ളതായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ട്. രോഹിത് പറഞ്ഞു കൊടുക്കും, രാഘവൻ നായരല്ലേ എന്ന് പേര്. ആ അതെ സാർ. അപ്പോ അയാൾ പറയും, ഈ ആധാർ കാർഡില് ഒന്നും വ്യക്തമല്ലല്ലോ, ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എന്ന് രാഘവേട്ടൻ ചോദിക്കുമ്പോൾ പ്യൂണ് പറഞ്ഞു കൊടുക്കും, ജനിച്ച ദിവസവും ഡേറ്റും വർഷവും അതൊന്ന് പറയാമോന്ന്. രാഘവേട്ടനെ അതൊന്നും ഓർമ്മയില്ല. ജനിച്ച ദിവസം അതിപ്പോ ഏതാന്ന് പറഞ്ഞാ അത് ഓർമ്മയില്ല സാറേ. അത് കേൾക്കുമ്പോ രജിസ്ട്രാർ ഞെട്ടിപ്പോകും. രോഹിത് പറയും, സാർ അതിലുണ്ടല്ലോ. രജിസ്ട്രാർ പറയും, അദ്ദേഹം പറയട്ടേന്ന്. എന്നാ പോട്ടെ, അച്ഛന്റെ പേരോ? അതൊരു രാഘവേട്ടന് ഓർമ്മയില്ല. അച്ഛന്റെ പേരോ എന്ന് പ്യൂണിനോട് ചോദിക്കുമ്പോ പ്യൂണ് പറയും, അതെനിക്കെങ്ങനെ അറിയാം? അങ്ങോട്ട് പറയൂ സാറേ, സ്വന്തം അച്ഛന്റെ പേരറിയില്ലേ? എങ്കിൽ പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഒപ്പൊന്നിട്ടേ എന്ന് പറഞ്ഞ് ഒരു A4 ഷീറ്റ് കൊടുക്കുക. ഇതിവിടെ ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലും ഒന്ന് ഇട്ടേ. ഒപ്പോ? ഒപ്പ് അതൊരു രാഘവേട്ടന് ഓർമ്മയില്ല. രോഹിത്തിന് ആകെ പേടിയും ടെൻഷനും ആവുന്നുണ്ട്. അച്ഛൻ ഓർത്തൊപ്പിട്. അങ്ങരുടെ കൈ വിറയ്ക്കുന്നുണ്ട്. രോഹിത് പറയും, അച്ഛൻ്റെ ഒപ്പിട്. ഒപ്പ് അതിപ്പോ ഒപ്പെന്ന് പറയുമ്പോ എന്ന് പറഞ്ഞേ അതുപോലും ഓർമ്മയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന രാഘവേട്ടനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇനിയിപ്പോ ഈ രജിസ്ട്രേഷൻ നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്